അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം വിജയൻ്റെ സഹകളിക്കാരായിരുന്ന ഷറഫ് അലി, കുരുകേശ് മാത്യു. ഞങ്ങളിപ്പോൾ നേരത്തെ ഇങ്ങനെ വിജയൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞപ്പോൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തെക്കുറിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങളും കൂടി വന്നിട്ട് ഏതായാലും ഫെഡറേഷൻ കപ്പ് ജയിച്ച ആ സ്റ്റേഡിയത്തിൻ്റെ ക്ലിപ്സ് കൂടെ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരത്തിലേക്ക് കിടക്കാം. സ്റ്റേഡിയം പിന്നെ വിജയൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൊക്കെ അല്ലേ? എൻ്റെ വീടിൻ്റെ പഴയ വീടിൻ്റെ പണ്ട് കുട്ടിക്കാലത്ത് കളിച്ച സ്ഥലങ്ങളാണ് അതൊക്കെ. അതാണ് കാണിച്ചത്. നിങ്ങൾ കേരള പോലീസിലുള്ളപ്പോഴല്ലേ ഒരുമിച്ച്? അല്ല, വിജയനെ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അവിടെ DFIയുടെ കീഴിലുള്ള കോച്ചിങ് ക്യാമ്പിലുള്ള സമയത്ത് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ കളിക്കുന്നത്. എവിടെയായിരുന്നു? ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലാണ് പഠിച്ചിരുന്നത്. ഞാനും അവിടെ പഠിച്ചിരുന്നത്. അല്ല, ഞാൻ വളരെ മുമ്പായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഫെഡറേഷൻ കപ്പ് ഞങ്ങളുടെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം ഹാട്രിക്ക് കിട്ടുകയാണ്. 2 വർഷം പോലീസ് ടീമിന് കളിച്ച് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്തു. 3ാമത്തെ വർഷം മോഹൻബഗാന് വേണ്ടി അതിനും വിൻ ചെയ്തു. 3 വർഷം നിങ്ങൾ ഹാട്രിക് അടിച്ചു. ആ സമയത്ത് തന്നെയാണോ 1990-ലാണ് നമ്മൾ വിൻ ചെയ്ത്? കേരള പോലീസ് ആദ്യമായിട്ട് വിൻ ചെയ്ത്. അന്നേരം ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട്. എല്ലാവരും ഒരുമിച്ചുണ്ട്. കുരുകേഷ് എന്ന ക്യാപ്റ്റനാണ്. കുരുകേഷ് പിന്നെ സന്തോഷ് ട്രോഫിയുടെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. 93-ല് സന്തോഷ് ട്രോഫിയുടെ. അതിന് മുമ്പ് നമ്മള് 92-ല് സന്തോഷ് ട്രോഫി കോയമ്പത്തൂർ വെച്ച് വിൻ ചെയ്ത്. അന്ന് ഞങ്ങൾ ഒരേ ടീം ആ സമയത്ത് ഏകദേശം എല്ലാവരും. ഓർമ്മപ്പെടുത്തല്ല, ഞാനും വിജയനും ബംഗാളിലാണ് കളിക്കുന്നത്. ഞങ്ങളെല്ലാവരും ബംഗാളിലാണ് ഞങ്ങള്. ഞാൻ ചെറിയപ്പോ ഫസ്റ്റ് ഇയർ ആണ് ബംഗാൾ ടീമിന്. അപ്പോൾ ഷർസാറും ഞാനൊന്ന് 2 മലയാളീസ് കളിക്കാം. കോയമ്പത്തൂർ കളി സിറ്റുവേഷൻ കേരള ടീമായിട്ട് സെമിഫൈനൽ അതിന്റെ പാന്റ് അടിച്ച് പുറത്ത് കളഞ്ഞു ഞാൻ. അതെന്തായിരുന്നു എന്റെ ടൈ ബ്രേക്കറാണ് കളി. കളി ഡ്രോ ആയി. 1-1 ഡ്രോ ആണ്. നമുക്ക് പാന്റ് ഇട്ടില്ലേ കളിക്കുമ്പോ പെനാൽറ്റി മിസ് ചെയ്തു. സത്യത്തിൽ അടിച്ച് പുറത്ത് കളഞ്ഞു. പക്ഷെ കളി ഡ്രോ ആയി. എന്നിട്ട് ടൈ ബ്രേക്കർ അടിക്കുക. 5-5 അടിക്കണം. അവസാനം അടിച്ചില്ല. ലാസ്റ്റ് കിക്ക് അല്ലേ വിജയന്റെ കിക്ക്. മലയൊക്കെ ഞാൻ ചെറിയൊക്കെ ഞാൻ പോണില്ലാന്ന് പറഞ്ഞാ എല്ലാവരും സീനിയേഴ്സ് അവര് പൊക്കൊന്ന് പറഞ്ഞു. ലാസ്റ്റ് അടിയായിരുന്നു സാറേ. എന്താ ഞാൻ അടിച്ചു. ഗോളി സേവ് ചെയ്തു. ആരായിരുന്നു ഗോളിയെന്ന്? ശിവദാസ്. കേരള ജയിച്ചു. കേരള ടീം ജയിച്ചു. എനിക്ക് നല്ല സുഖമായിരുന്നു. വീട്ടിലൊന്നും ഇരിക്കാൻ അപ്പൊ ബംഗാളികൾ പറഞ്ഞോ അവർക്ക് കുഴപ്പമില്ല. നമ്മുടെ ഉള്ളവർക്കായിരുന്നു കുഴപ്പം. കേരളത്തിനെതിരായിട്ട് കളിക്കാന്നുള്ള. അത് ആ സമയത്തൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. പോലീസ് ടീമിന് അത്രയും ഞങ്ങള് ട്രോഫിയൊക്കെ എടുത്ത് നിൽക്കുന്ന സമയമാണ് പോയത്. ഷർഫ് ഇപ്പൊ ഇതിലായി പോലീസ് MSPയില് MSPയുടെ കമാൻഡന്റ് ആയിട്ട്. ഞാൻ DC ആയിട്ട് KP5 മണിയാർ പത്തനംതിട്ടയില്. ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ സർവീസില് വിജയന്റെ സീനിയറാണ് അല്ലേ? വലിയ സീനിയറല്ലേ? DC എന്ന് പറയുന്ന SP റാങ്കും കമാൻഡന്റ് എന്ന് പറയുന്ന സീനിയർ SP റാങ്കുമാണ്. വിജയൻ ഇപ്പൊ നിങ്ങളൊക്കെ സല്യൂട്ട് ചെയ്യേണ്ട. അത് പിന്നെ നമ്മുടെ ഡ്യൂട്ടി അല്ല സാർ, പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഒരു സ്റ്റാർ കൂടുതലുണ്ടെങ്കിൽ ആൾക്കുള്ള റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഞങ്ങളെപ്പോഴും കാണുന്നത് ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതി, സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഈ ബൂട്ടിയായിട്ടുള്ള ബന്ധം എങ്ങനെ? വിജയന്റെ ഒരു ക്ലബ് ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഒരു ഒറ്റ കൊല്ലം കളിച്ചല്ലോ. പക്ഷെ ഇന്ത്യക്ക് വേണ്ടി കുറെ കളിച്ചിട്ടുണ്ട് ഒരുമിച്ച് തന്നെ. അതുകൊണ്ട് കുറെ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചാണ്. അഗൈൻസ്റ്റാണ് ഏറ്റവും അധികം കളിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ വിജയൻ ബൂട്ടിയായിട്ട് സംസാരിക്കുമ്പോ ആ സമയത്ത് ഹിന്ദിക്ക് പഠിച്ചില്ല. ഫസ്റ്റ് ഇയർ പോകുമ്പോൾ പ്രശ്നം ഞങ്ങളൊക്കെ പറയാറുണ്ട്. വിജയൻ ഹിന്ദി പഠിക്കുന്നതിലും എളുപ്പം ബാക്കിയുള്ളവർ മലയാളം തുടക്കത്തിൽ. പിന്നെ ശരിയായിട്ടോ, പിന്നെ ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ വളരെ ആയാസത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യ ലോകം മൊത്തം കറങ്ങല്ലേ. പിന്നെ ഹിന്ദിയിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ കോൺഫിഡൻസ് കൂടി. അതിനേക്കാൾ വലിയ വിറ്റ് സാർ ഇംഗ്ലണ്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു ചാനൽ വന്നിട്ട് അവരോട് ഹിന്ദി പറഞ്ഞ മനസ്സിലാവും, മലയാളം പറഞ്ഞ മനസ്സിലാവും, ഇംഗ്ലീഷ് സംസാരിക്കാൻ. അപ്പൊ എങ്ങനെയുണ്ട് പുതിയ ഭാഷയില്? അതവർ ചെറിയ അറിയുന്നല്ല ഹിന്ദിയുള്ള ഇംഗ്ലീഷ് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുറച്ച്.
2-3 വാക്ക് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലോ. അപ്പോൾ സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ പോയപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? അല്ല, ഞങ്ങളിൽ നിന്ന് അകന്നുപോയി, പിന്നെ സ്റ്റാർ ആയില്ലേ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിലായി. സാറന്നെ ഇത് പറയാൻ അങ്ങനെയല്ല, എന്തായാലും വിജയൻ സിനിമയിലും വിൻ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഫുട്ബോളിൽ മാത്രമല്ല, ആദ്യത്തെ സിനിമ തന്നെ നാഷണൽ അവാർഡ് കിട്ടിയില്ലേ, പടത്തിന് നാഷണൽ അവാർഡ് കിട്ടില്ല. വിജയനും പാപ്പച്ചനുമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു. വിജയൻ അതില് കൊട്ടേഷൻ ടീമിലും പാപ്പച്ചൻ പോലീസ് ഓഫീസറായിട്ട്. ശരി ശരി.